കൊല്ലത്താണെങ്കിൽ ഇങ്ങനെ ടൈറ്റാനിക്കിൻ്റെയൊക്കെ സെറ്റ് ഇട്ട് പിന്നെ അതേപോലെ തന്നെ ഗുണ കേവിൻ്റെയൊക്കെ സെറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നെന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കാണാൻ പോയി. കുറേ കഴിഞ്ഞിട്ടാട്ടോ കാണാൻ പോയത്. അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ഇങ്ങനെയാണ് ഫസ്റ്റ് തന്നെ ടൈറ്റാനിക് ആണ് കാണുന്നത്. ഇപ്പോൾ നമ്മൾ കസിൻസ് എല്ലാവരും കൂടെയാണ് പോയത്. അപ്പം ഒരു ടിക്കറ്റിന് 100 രൂപയായിരുന്നു. ഉള്ളിൽ ചെന്നപ്പോൾ ഞാൻ വിചാരിച്ച ജസ്റ്റ് ഫ്രണ്ടിലത്തെ ആ ഒരു ലുക്കേ കാണത്തുള്ളൂ ഞാൻ വിചാരിച്ചത്. പക്ഷെ ഉള്ളിൽ ചെന്നപ്പോൾ ഉണ്ടല്ലോ, കറക്റ്റ് നമ്മൾ ആ ഒരു ഷിപ്പിൽ കയറുന്ന പോലെ അടിപൊളിയായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. പിന്നെ എല്ലാം നമ്മൾ ആ സിനിമയിൽ കണ്ടിട്ടുള്ള പോലെ തന്നെയാണ് എല്ലാം. ആ സ്റ്റെപ്പും കാര്യങ്ങളും ആ ഒരു ഹോളൊക്കെ അടിപൊളിയാണ്. പിന്നെ അതിനകത്ത് അഭിനയിച്ച ടൈറ്റാനിക് സിനിമയിൽ അഭിനയിച്ച എല്ലാവരുടെയും ഫോട്ടോസും പിന്നെ ഒറിജിനൽ ആൾക്കാരുടെ, അതായത് ഇവർക്ക് പകരമുള്ള ആൾക്കാരുടെ, ഒറിജിനൽ ആൾക്കാരുടെ ഫോട്ടോസും ഒക്കെ അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ റൂംസൊക്കെ കണ്ടിട്ട്, റൂമായിട്ടില്ല, ഇങ്ങനെ റൂം പോലെ ഇങ്ങനെ സെറ്റ് ഇട്ടത് കണ്ടിട്ട് ഈ ഹോള് കണ്ട് ഞാൻ ഞെട്ടിപ്പോയിട്ടാ. അടിപൊളിയാണ്. നമ്മൾ ആ സിനിമയ്ക്കകത്ത് കാണുന്ന പോലെ തന്നെയാണ്. എൻ്റെ പൊന്നെ, അവർ എന്ത് എഫേർട്ട് ഇട്ടിട്ടായിരിക്കും ഇത് ചെയ്തേക്കുന്നത്. നമ്മൾ ഈ സെറ്റ് ഇട്ടേക്കുന്നതാണെന്ന് തോന്നത്തേ ഇല്ല കേട്ടോ. ഒറിജിനൽ ഒരു മറ്റേ ഷിപ്പിൽ കയറിയ പോലെ ആണ് തോന്നുന്നത്. പിന്നെ അവിടെ ചെന്നപ്പോൾ ഇങ്ങനെ സൈഡിൽ ഫ്രൂട്ട്സൊക്കെ സെറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഫ്രൂട്ട്സൊക്കെ കണ്ടാൽ എനിക്കൊന്ന് എലിയാരണ്ടിയെന്ന് തോന്നുന്നു കേട്ടോ, ടെർമോക്കോൾ ചെയ്തുകൊണ്ട്. അയ്യോ, അത് കോമഡി ആയിരുന്നു. പിന്നെ അവിടെ ഗ്ലാസും ഈ പ്ലേറ്റൊക്കെ ഒറിജിനലാണ്, ഗ്ലാസ്സൊക്കെ ഒറിജിനലാണ്. അയ്യോ, എന്തായാലും ഹോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. നമ്മൾ ആ സിനിമേൻ്റെ അകത്ത് കാണുന്ന പോലെ തന്നെ ഉള്ളൊരു മറ്റേ ഹോൾ, നമ്മൾ ആ സിനിമയ്ക്കകത്ത് കയറി ചെന്നാൽ എങ്ങനെ ഇരിക്കും അതേപോലെയാണ് കേട്ടോ. കിച്ചൺ ആയിരിക്കത്തില്ലല്ലോ ഇത്. ഹോളിൻ്റെ സൈഡിൽ തന്നെ നമ്മൾ ഫുഡൊക്കെ കഴിക്കാനിരിക്കുന്ന ആ സ്ഥലമുണ്ടല്ലോ. പിന്നെ ഞാൻ മുടി വെട്ടിയിട്ട് 2-3 ദിവസമായതേ ഉള്ളൂ. അപ്പം അതിൻ്റെ കുറച്ച് ഷോ ഉണ്ടായിരുന്നു. എന്തായാലും കണ്ട ഈ മുകളിലത്തെ സാധനങ്ങളൊക്കെ സൂപ്പറായിരുന്നു. അവരുടെ ലൈറ്റിങ്ങും ഒക്കെ അടിപൊളിയായിരുന്നു. പിന്നെ അകത്തോട്ട് കുറച്ചും കൂടി നടന്ന് ചെല്ലുമ്പം ഒരു ലിവിങ് ഏരിയ പോലെ പിന്നെയും ഉണ്ട്. അവിടെയും ഇങ്ങനെ അവർ ഈ ആൾക്കാരുടെ ഈ സ്റ്റാച്യു പോലെ ഫോട്ടോ ഇങ്ങനെ പ്രിൻ്റ് എടുത്തിട്ട് ഇങ്ങനെ വയ്ക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ കണ്ട്. പിന്നെ അതേപോലെ തന്നെ റോസ് ആ സിനിമയ്ക്കകത്തിട്ട മാല, പക്ഷേ ഇത് ഡ്യൂപ്ലിക്കേറ്റാണ്, എന്നാലും അതേപോലെയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല എഫേർട്ടിട്ടാണ് ചെയ്തത്. പിന്നെ ഇതെന്തുമായിരുന്നു, ഇതും ലിവിങ് ഏരിയ ആയിരുന്നു. മറ്റേ സോഫയൊക്കെ ഇട്ടേക്കുന്ന ഒരു ലിവിങ് ഏരിയ അതേപോലെയാണ്. അതിനകത്ത് ഇങ്ങനെ റോസ് കിടക്കുന്ന പോലെയൊക്കെ ആ സോഫയ്ക്കകത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ക്രിസ്മസ് ടൈമിലാണല്ലോ പോയത്, അപ്പോൾ ക്രിസ്മസിൻ്റേതായിട്ടുള്ള കാര്യങ്ങളും. ഇത് മറ്റേ നമ്മളുടെ കപ്പൽ ഓട്ടിച്ചിരുന്ന മെയിൻ ക്യാപ്റ്റനാണിത്, സിനിമയിലെ മെയിൻ ക്യാപ്റ്റൻ കേട്ടോ. ഒറിജിനൽ മെയിൻ ക്യാപ്റ്റനെ ഇപ്പോൾ കാണിക്കും. and അവർ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് ഒറിജിനൽ ക്യാപ്റ്റൻ എന്നൊക്കെയാണ് അതിനകത്ത് എഴുതിയിരുന്നത് കേട്ടോ. പിന്നെ ഒറിജിനൽ ലിവിങ്, ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ കപ്പലിലെ ഒറിജിനൽ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാ ഡീറ്റെയിൽസൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു. പിന്നെ ഈ നമുക്കിങ്ങനെ ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ ഫേക്കാണ്, ഓരോ സാധനങ്ങളൊക്കെ ആ കപ്പലിൽ നിന്ന് കിട്ടിയ ഓരോ സാധനങ്ങൾ. പിന്നെ റോസിൻ്റെയും ജാക്കിൻ്റെയും ഫോട്ടോ അല്ല ഡ്രസ്സ് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങുമ്പോഴാണ് ഗുണ കേവ് വരുന്നത്. ഗുണ കേവും അടിപൊളിയായിരുന്നു കേട്ടോ. ഗുണ കേവിൻ്റെ മെയിൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരതിൻ്റെ അകത്ത് മറ്റേ സൗണ്ട് ഇട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഫീലാണ്, നമുക്ക് പേടിയാവും കേട്ടോ. ചെറിയ ഇരുട്ടൊക്കെയാണ്. പിന്നെ ആ ഒരു മറ്റേ ഇതുണ്ടല്ലോ, ഇങ്ങനെ സൈഡിലിങ്ങനെ എഴുതിയിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഈ കാട് വള്ളി അങ്ങനത്തെ കുറേ സാധനങ്ങളും. പിന്നെ ഈ ഒരു ബ്ലാക്ക് കളറിലിരിക്കുന്നത് നമ്മൾ ഈ ഫ്രിഡ്ജൊക്കെ മേടിക്കുമ്പോൾ നമുക്കൊരു സാധനം ഫ്രീ കിട്ടൂലേ, ഫ്രീ അല്ല, ഈ ഒരു ഗിഫ്റ്റ് റാപ്പ് ചെയ്യാനായിട്ട് ഉപയോഗിക്കത്തില്ലേ ഒരു കറുത്ത സാധനം, ആ സാധനം കൊണ്ടാണ് അവർ ഈ ഗുണ കേവ് ഫുൾ ഉണ്ടാക്കിയേക്കുന്നത്. ഫുൾ അങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കിയേക്കുന്നത്. ഭയങ്കര ഇരുട്ടാണ്, അവിടെ ഇവിടെയൊക്കെ ആയിട്ടാണ് ലൈറ്റുള്ളത്. പിള്ളേരൊക്കെ നല്ല എൻജോയ് ചെയ്യും കേട്ടോ. അങ്ങനെ ഇവർ ഈ സൈഡിൽ നമ്മുടെ ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്, ഏതാ ഈ വാട്ടർഫോളൊക്കെ സെറ്റ് ഇട്ടിട്ടുണ്ട്. അതിനകത്ത് ഭയങ്കര ഒരു തണുപ്പ് പോലെയായിരുന്നു കണ്ട. ഇതാണ് വാട്ടർഫോള്, ഭയങ്കര അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് അവർ. പിന്നെ നമുക്ക് മുകളിലോട്ട് എന്നിട്ട് താഴോട്ട് നോക്കുമ്പോൾ ഇതേപോലെ ഒരു ഗുഹ പോലെ ഒരു സംഭവം കാണും. പക്ഷേ ഗ്ലാസ് വെച്ചിട്ട് മറച്ചിട്ട് താഴോട്ടാണ് അവരത് കൊടുത്തേക്കുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തോട്ട് ഇറങ്ങുമ്പം
നമ്മളുടെ ഏരിയ ഫുള്ള് സാധനങ്ങൾ മേടിക്കാനായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. എനിക്ക് എന്നത്തെ അവിടുത്തെ കമ്മലൊക്കെ കണ്ടിട്ട് എൻ്റെ കിളി പറന്ന് എനിക്കെല്ലാം മേടിക്കാൻ തോന്നി. പക്ഷേ എല്ലാത്തിനും നല്ല മുടിഞ്ഞ വിലയായിരുന്നു. നമ്മൾ ഈ നോർമലി നമ്മൾ മേടിക്കുന്ന 20 രൂപയുടെയൊക്കെ കമ്മൽ ഇവിടെ 60 രൂപയ്ക്കൊക്കെ ആയിരുന്നു. ഭയങ്കര ഭയങ്കര വിലയായിരുന്നു. പക്ഷെ നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ കണ്ട ജുംക്കയൊക്കെ നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഞാനൊന്നും മേടിച്ചില്ല. എൻ്റെ മനസ്സ് വരത്തില്ല. കാരണം നമുക്കറിയാമല്ലോ ഇതിൽ വിലക്കുറവിൽ കിട്ടുമെന്ന്. അതുകൊണ്ട് എനിക്ക് മനസ്സൊന്നുമില്ല. പിന്നെ കുറേ നാളായിട്ടാണ് ഞാനിങ്ങനെ ഒരു എക്സിബിഷൻ പോലെ വന്നിട്ട് കുറേ നാളായി ഒരു 5-6 വർഷമെങ്കിലായി കാണും കേട്ടോ. പിന്നെ വേണ്ട ഇത് കണക്കത്തെ ചട്ടി പെട്ടി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതൊന്നും എൻ്റെ സെക്ഷനല്ല. ഞാനിങ്ങനെ തൊട്ട് നോക്കി. പഞ്ചാബിൽ പോകുമ്പോൾ കൊണ്ടുപോകണം. ഇതിന് 150 രൂപ ഉള്ളായിരുന്നു. പിന്നെ നമ്മൾ കോഴിക്കോടൻ ഹൽവ എന്ന് പറഞ്ഞിട്ട് ഇളനീർ ഹൽവയൊക്കെ ഉണ്ടായിരുന്നു. ഞാനും മറ്റേ കസിൻസുമായിട്ടാണ് ആണല്ലോ പോയത്. അപ്പോൾ നമ്മൾ കുറച്ചെല്ലാത്തിൽ നിന്ന് ടേസ്റ്റ് ചെയ്തിട്ട് ഒന്നും ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞിങ്ങ് വന്ന്. നമ്മളിത് കുറേ കഴിക്കത്തില്ല, മധുരം ആരും കഴിക്കത്തില്ല. അപ്പോൾ ജസ്റ്റ് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മേടിച്ചതാണ്. പിന്നെ പറ്റിപ്പാണ്, നല്ല പറ്റിപ്പാണ്. അതെൻ്റെ മറ്റേ കസിൻ പറയുന്നുണ്ടായിരുന്നു നല്ലതായിട്ട് അവർ പറ്റിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് മേടിച്ചില്ല. ഇളനീർ ഹൽവ നല്ലതായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. പക്ഷെ നല്ല കോസ്റ്റ്ലി ആയിരുന്നു, പറ്റിക്കുവാണ്, അതാണ് സത്യം. പിന്നെ ഇങ്ങനത്തെ പിച്ചാത്തി സാധനങ്ങളൊക്കെ അമ്മ മേടിച്ചിട്ടുണ്ടായിരുന്നു, കിച്ചണിൻ്റെ അകത്തുള്ള സാധനങ്ങൾ. പിന്നെ കമ്മലും മാലയൊക്കെ ഇടുന്ന സ്ഥലം ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കേട്ടോ, ഇഷ്ടം പോലെ. അപ്പോൾ ചേച്ചിയാണെങ്കിൽ അവന്മാരെ അടിക്കാനായിട്ട് ചൂരൽ മേടിച്ച്. അപ്പോൾ ഞാൻ പറഞ്ഞ് ചേച്ചി 2 ചൂരൽ മേടിച്ചിട്ട് ഒരുമിച്ച് കിട്ടിയിട്ടിട്ട് അടിക്കാൻ. എന്തൊരു ദുഷ്ടമാണ്, അവന്മാരെ അടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം ഞാനിങ്ങനെ പറഞ്ഞ്. പിന്നെ ഇത് കണക്ക് ഇഷ്ടംപോലെ മോതിരങ്ങളും കാര്യങ്ങളും ചേച്ചിയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കുറച്ച് മേടിച്ച മറ്റേ മുടി ഇപ്പം മറ്റേ ഷോർട്ടാക്കി കട്ട് ചെയ്തേക്കുവാണല്ലോ. അപ്പോൾ ഇതെങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കെട്ടണം. അപ്പോഴത്തേക്കും അതിന് വേണ്ടിയിട്ട് കുറച്ച് ഇങ്ങനെ ഹെയർ ആക്സസറീസ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഈ വീഡിയോയുടെ അവസാനം ഞാൻ വീട്ടിൽ ചെന്നിട്ട് കാണിക്കാൻ കേട്ടോ. ഇഷ്ടംപോലെ സാധനങ്ങളുണ്ടായിരുന്നു, ഇഷ്ടം പോലെ സാധനങ്ങൾ. പക്ഷെ ഒടുക്കലത്തെ വിലയാണ്. അവരുടെ ഒരു തമിഴ്നാട്ടിലെ ആൾക്കാരുടെ ഒരു സ്റ്റോൾ ഉണ്ടായിരുന്നു, അവിടെ കുറച്ചും കൂടെ ഭേദം ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ നിന്നാണ് ഞാൻ കുറച്ച് അധികം സാധനങ്ങളൊക്കെ മേടിച്ചത്. ഇവിടെ നിന്നൊന്നും ഒന്നും മേടിച്ചിട്ടില്ല. ഈ മാലയൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷെ ഞാൻ ഇതൊന്നും ഇടത്തില്ല. ഇതൊക്കെ ഞാനിങ്ങനെ മേടിച്ച് വെക്കത്തുള്ളൂ, ഒന്നും ഇടത്തില്ല. അതുകൊണ്ട് മാലയൊന്നും മേടിച്ചില്ല. പിന്നെ നല്ല അടിപൊളി സ്റ്റഡ് ഒക്കെ ഉണ്ടായിരുന്നു. ഇതൊന്നും ഞാൻ ഇടത്തില്ല, എന്നാലും കാണുമ്പം ഒരു കൊതിയാണ് കേട്ടോ മേടിക്കാനായിട്ട്. പിന്നെ സ്ക്രഞ്ചീസ് 2-3 മേടിക്കണമെന്നുണ്ടായിരുന്നു. ഈ ഒരു സ്ക്രഞ്ചീസിന് തന്നെ എത്രയാ, 60 രൂപയോ 80 രൂപയോ എങ്ങാണ്ടായിരുന്നു. വേറെ പണിയില്ല. ഇതിൽ നല്ല വിലക്കുറവിൽ ഇങ്ങനെ നമുക്ക് കോംബോ ആയിട്ട് ഓൺലൈനിലൊക്കെ മേടിക്കാൻ കിട്ടും. പിന്നെ ഞാൻ പൊട്ടൊക്കെ പക്ഷേ ഇതൊന്നും ഞാൻ നോക്കുന്നേ ഉള്ളൂ, ഞാൻ ഇതൊന്നും മേടിച്ചിട്ടില്ലായിരുന്നു. പിന്നെ ഈ കിഡ്സ് സെക്ഷൻ്റെ അവിടെ നിന്ന് ഈ ബ്രേസ്ലെറ്റൊക്കെ ഞാനൊക്കെ മേടിച്ചിട്ട് ആ കൗതുകത്തിന് പോലും ഞാൻ ഇടൂല. പിന്നെ അതേണ്ട ഈ ഒരു ക്ലിപ്പ് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ വേറൊരു കളറാണ് മേടിച്ചത് കേട്ടോ. അതുകൊണ്ട് ഈ ഒരു കളറാണ് ഞാൻ മേടിച്ചത് ക്ലിപ്പ്. ഇതാകുമ്പം എല്ലാത്തിൻ്റെയും കൂടി ഇടാലാന്ന് വെച്ചിട്ട്. പിന്നെ ഫുഡിൻ്റെ സെക്ഷനിലോട്ട് പോയി. ഫസ്റ്റ് ഐസ്ക്രീമിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തതാണ്. മറ്റേ ബട്ടർ ആണെന്ന് തോന്നുന്നു മേടിച്ചത്. ബട്ടർ സ്കോച്ചാ വേറെ എന്തോ കേട്ടോ മേടിച്ചത്. നല്ല ടേസ്റ്റായിരുന്നു, അടിപൊളി ടേസ്റ്റായിരുന്നു. പിന്നെ നമ്മളൊരു വെജ് നൂഡിൽസ് മേടിച്ച്. ഇത് എൻ്റെ ഭാഗത്തു നിന്ന് മേടിച്ചതാണ്. കസിൻസും മറ്റേ എൻ്റെ ബ്രദർക്ക് അപ്പുറത്തെ സൈഡിൽ നിന്ന് വേറെ കുറേ സാധനങ്ങൾ മേടിക്കുന്നുണ്ടായിരുന്നു. പിന്നെ പാവ് ബജി മേടിച്ചിട്ടുണ്ടായിരുന്നു. പാവ് ബജിയും നൂഡിൽസുമാണ് ആദ്യം വന്നത്. അപ്പോൾ അത് കഴിച്ച് അതായത് 1 മിനിറ്റ് കൊണ്ടാണ് ഈ സാധനങ്ങൾ മൊത്തം തീരുന്നത്. കാരണം ഇത്രയും പേരുണ്ട്. അവിടുന്ന് ഇവിടുന്നൊക്കെ കൈയിട്ട് അവസാനം സ്പൂണൊക്കെ മാറി നമ്മൾ കൈയിട്ടിട്ടാണ് തിന്നുന്നത്. കാരണം സ്പൂണിൽ അങ്ങോട്ട് ശരിക്കും വരുന്നില്ലായിരുന്നു. പിന്നെ ചേച്ചിയാണെങ്കിൽ പൊട്ടറ്റോടെ ഇങ്ങനെ ഇതിൻ്റെ പേരെന്തരാണ് ആ സാധനം, അത് ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ. നമ്മൾ 2ാമത് മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എവിടെ പോയാലും നമുക്ക് ഈ ഒരു കോളിഫ്ലവർ വെജ് പ്രത്യേകിച്ച് എനിക്ക് മേടിക്കണമല്ലോ. അങ്ങനെ അത് മേടിച്ച് അതൊക്കെ തന്നെ കണ്ണടച്ച് തുറക്കും മുന്നേ അത് തീർന്നു. അങ്ങനെ അതൊക്കെ കഴിച്ച് ഇതായിരുന്നു അവസ്ഥ. പാവ് ബജി വലിയ രസമില്ലായിരുന്നു. നമുക്ക് ഒറിജിനൽ ടേസ്റ്റ് അറിയാവുന്നതുകൊണ്ടായിരിക്കും അപ്പം വലിയ ഇതില്ലായിരുന്നു. അവസാനം ഞാൻ തന്നെ അവസാനത്തിൽ തീർക്കേണ്ടി വന്നു. പിന്നെ സ്പ്രിങ് റോൾ, പൊട്ടാറ്റോ സ്പ്രിങ് റോൾ അത് മേടിച്ചിട്ടുണ്ടായിരുന്നു, 2ാമത് മേടിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് പുറത്തോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും മറ്റേ ഈ ഓരോ കളിക്കുന്ന സാധനങ്ങളുണ്ടല്ലേ,
എനിക്ക് ഈ ബോട്ടിലൊക്കെ കയറണമെന്ന് ആഗ്രഹമുണ്ട്. എന്തുണ്ട് ഇതിനകത്തൊക്കെ എനിക്ക് ജൈൻറ്റ് വീലിലൊക്കെ കയറണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ കൂടെ വന്ന് എല്ലാവർക്കും പേടി, പിള്ളേർക്കും എനിക്ക് ഒഴിച്ച് എല്ലാവർക്കും പേടി. അപ്പോഴത്തേക്കും എൻ്റെ അടുത്ത് പറഞ്ഞ് കയറണ്ട, ഫുഡ് കഴിച്ചുള്ള അല്ലേ ഉള്ളു, വൊമിറ്റ് ചെയ്യുമെന്ന്. പക്ഷേ വൊമിറ്റ് ചെയ്യത്തില്ലായിരുന്നു. ഇതൊക്കെ ഒരു രസമല്ലേ. അങ്ങനെ വേണ്ട ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പം എൻ്റെ മനസ്സും കറങ്ങുമായിരുന്നു. പക്ഷേ വേണ്ടാന്ന് വെച്ച് വഴക്ക് പറഞ്ഞു എന്നെ. പിന്നെ അവിടെ ചെന്നപ്പം അവിടെ പിള്ളേർ സ്റ്റേജിൽ ഡാൻസൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ വേണ്ട ഈ ഒരു കൊച്ച് അടിപൊളിയായിട്ട് കളിച്ചു കേട്ടാ. മറ്റേ അടിപൊളിയായിട്ട് കളിച്ച് ഗ്രൂപ്പിൻ്റെ കൂടെ ആ കൊച്ച് കളിച്ചിട്ടുണ്ടായിരുന്നു. അല്ലാതെ ആ കൊച്ചിൻ്റെ ഡാൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ട് ഇൻഡിവിജ്വലിയും കളിപ്പിച്ചായിരുന്നു. പിന്നെ എൻ്റെ ബ്രദറ് മറ്റേ വാവകൾക്ക് ഇങ്ങനെ ബുക്ക് മേടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് അവന്മാരെന്തോ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഇതിനകത്ത് വരച്ചിട്ട് നമ്മൾ വെള്ളം കൊണ്ട് തുടച്ച് കഴിഞ്ഞാൽ അത് മായും എന്നിങ്ങനെ പറഞ്ഞായിരുന്നു. പിന്നെ അത് കാണിക്കാനൊന്നും പറ്റിയില്ല, പിള്ളേർ തിരുത്തില്ല ഗൈസ് കളിക്കാനായിട്ടിത്. പിന്നെ അവനും ഇത് കണക്കത്തത് മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഈ തീറ്റിക്ക് ശേഷം വേറൊരു സ്ഥലത്ത് നിന്നിട്ട് അവിടെയും കുറേ തിന്ന്. കാരണം എനിക്ക് നാട്ടിൽ വന്നതിൻ്റെ ഒരു കാര്യം എനിക്ക് മിസ് ചെയ്യാൻ പറ്റത്തില്ല ഫുഡിൻ്റെ കാര്യത്തിൽ. കാരണം അവിടെ ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് റിഗ്രഷൻ അടിക്കാൻ പാടില്ല. അങ്ങനെ നമ്മൾ കുറേ സാധനങ്ങൾ അവിടെ നിന്ന് മേടിച്ച് എനിക്ക് പകുതി ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. മറ്റേ കരിക്കിൻ ഷേക്ക് മേടിച്ച്, അവൽ ഷേക്ക് മേടിച്ച്, ഫലൂഡ മേടിച്ച്, പിന്നെ കാന്താരി വെച്ചിട്ടുള്ള നാരങ്ങ വെള്ളം മേടിച്ച്, അടിപൊളി ടേസ്റ്റായിരുന്നു. പിന്നെ വെഡ്ജസ് മേടിച്ച്, എനിക്ക് വെഡ്ജസ് ഭയങ്കര ഇഷ്ടമാണ്. വെഡ്ജസ് മേടിച്ച്, പിന്നെ വെഡ്ജസിൻ്റെ കൂടെയാണ് കാന്താരി കുടിച്ചത്. പിന്നെ ഫലൂഡ വന്ന് ഇഷ്ടംപോലെ മേടിച്ച് കേട്ടോ. ഞാൻ മറന്നുപോയി, കുറേ നാളായി ഇത് ഷൂട്ട് ചെയ്ത് വെച്ചിട്ട്. പിന്നെ മിസ് ചെയ്യണ്ടെന്ന് വെച്ചിട്ട് എല്ലാം വയറിനകത്തോട്ട് കുത്തി കയറ്റി. എന്നിട്ട് ഫലൂഡ കഴിക്കാനുള്ളൊരു ത്രാണിയില്ലായിരുന്നു കേട്ടോ. പിന്നെ അവസാനം ചേച്ചിയാണ് ഫലൂഡ കഴിച്ചത്. പിന്നെ അപ്പോൾ എന്നിട്ട് വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് ഞാൻ കാണിക്കാമെന്ന് വെച്ച് ഈ ഒരു സാധനമാണ് ഞാൻ ഫസ്റ്റ് മേടിച്ചത് കേട്ടോ. ഈ ഒരു തലയിൽ വയ്ക്കുന്നത് നല്ല രസമാണ് അത് കാണാനായിട്ട്. എൻ്റെ മുടി ഷോർട്ടും കൂടെ ആയതുകൊണ്ട് എനിക്ക് ഇത് കണക്കത്തെ ആക്സസറീസ് വേണം, ഇല്ലാതെ പറ്റൂല. പിന്നെ അതിന് ശേഷം വേണ്ട ഈ ഒരു ക്ലിപ്പ് മേടിച്ച്, ഇതെല്ലാം തലയ്ക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. തലയിൽ ആ ഒരു ഫ്രണ്ടിൽ ഞാൻ ഒരു ഫ്രിഞ്ചസ് കട്ട് ചെയ്തത് കൊള്ളമായിപ്പോയി. എനിക്ക് എപ്പോഴും പറ്റുന്നതാണ്. എനിക്ക് ഒരു വട്ടം അത് അബദ്ധം പറ്റും എന്ന് എനിക്ക് അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം ചെയ്യുന്നതാണ്. പിന്നെ മുടിയായതുകൊണ്ട് വളരും എന്നുള്ളൊരു ശുഭാപ്തി വിശ്വാസത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. പിന്നെ ഇതെൻ്റെ ഈ ഒരു സാധനം ഇങ്ങനെയാണ് കേട്ടോ അടയ്ക്കുന്നത്. തലയിൽ വെച്ചിട്ട് അടയ്ക്കാൻ കുറച്ച് പാടാം. പിന്നെ ഈ സാധനവും കൂടെ വെച്ച് കണ്ട ഈ ഫ്രണ്ടിലോട്ട് വന്നിങ്ങനെ വീഴും, അതെനിക്ക് ഇഷ്ടമല്ല. പിന്നെ ഇത് കണക്കത്തെ കുറേ ക്യൂട്ട് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ മിഡിൽ പാർട്ടീഷനൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ക്യൂട്ട്നെസ് വാരി അറിയാൻ വേണ്ടി. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു ടൈറ്റാനിക്കിൻ്റെ അവിടെ പോയതൊക്കെ ആയിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം കേട്ടോ. പിന്നെ എനിക്ക് ഇൻസ്റ്റാഗ്രാം ഐ ഡി ഉണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ശരി, ബൈ.